ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. കേരള നിയമസഭയുടെ ബജറ്റ് സമ്മേളനമാണ് നടക്കുന്നത്. ബജറ്റ് അവതരണം 3-ാം തീയതിയാണ്. പക്ഷേ ഏതൊക്കെ മണ്ഡലങ്ങളിൽ ബജറ്റിൻ്റെ പ്രഭാവമുണ്ടാകും, എന്തൊക്കെ മാറ്റങ്ങളാണ് ബജറ്റ് കൊണ്ടുവരാൻ പോകുന്നത്, അഥവാ ബജറ്റിനുള്ളിൽ ധനമന്ത്രി നമുക്കായി കാത്തുവച്ചിരിക്കുന്നത് എന്തൊക്കെ, അതൊക്കെ സംബന്ധിച്ച അനുമാനങ്ങൾ നടക്കുമ്പോൾ, ആ അനുമാനങ്ങൾ ലോകം വാർത്തയാക്കുമ്പോൾ, ഇന്ന് മാതൃഭൂമി ബജറ്റുമായി ബന്ധിപ്പിച്ച വാർത്തയാണ് അതിൻ്റെ ലീഡ് വാർത്തയാക്കിയിരിക്കുന്നത്. ഈ ബജറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകളിലൊന്നായി മാതൃഭൂമി പറയുന്നത് ഡോക്ടർ അധ്യാപക തസ്തികകൾ കൂട്ടും എന്നാണ്. കൂടുതൽ ഡോക്ടർമാരും കൂടുതൽ അധ്യാപകന്മാരും ഉണ്ടാകാൻ പോകുന്നു എന്ന് പറയുമ്പോൾ കൂടുതൽ സേവന രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ വരാൻ പോകുന്നു, അഥവാ സേവന രംഗത്തെ ശക്തിപ്പെടുത്താൻ പോകുന്നു ബജറ്റ് എന്ന നിലയ്ക്ക് മാതൃഭൂമി 3-ാം തീയതി വരാനിരിക്കുന്ന ബജറ്റിനെ ഇപ്പോഴേ നോക്കിക്കാണുന്നു. ആ വാർത്ത മാതൃഭൂമി തരുന്നത് കാണുക. ഡോക്ടർ അധ്യാപക തസ്തികകൾ കൂട്ടും എന്ന ശീർഷകത്തിലാണ് ബജറ്റിനെ സംബന്ധിച്ച വാർത്ത മാതൃഭൂമി തരുന്നത്. വാർത്തയുടെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ്. സർക്കാർ ഡോക്ടർമാരുടെയും അധ്യാപകരുടെയും തസ്തികകൾ കുത്തനെ കൂട്ടുന്ന പ്രഖ്യാപനം ഇത്തവണ ബജറ്റിലുണ്ടാവും. സെക്രട്ടേറിയറ്റിലെ ഭരണ നടപടിക്രമങ്ങൾ നവീകരിക്കും. ഏപ്രിൽ 1 മുതൽ സെക്രട്ടേറിയറ്റിലെ ഫയൽ നീക്കം പൂർണ്ണമായും കമ്പ്യൂട്ടർ വഴിയാവും. തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കാനും നിർദ്ദേശങ്ങൾ ഉണ്ടാകും. അങ്ങനെ സേവന മേഖലയിൽ വരാൻ പോകുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങളെ സംബന്ധിച്ച വാർത്തയാണ് മാതൃഭൂമി ഇന്ന് തരുന്നത്. ദേശാഭിമാനി ബജറ്റുമായി ബന്ധിപ്പിച്ച വാർത്ത ഇന്ന് നമുക്ക് ലീഡ് വാർത്തയാക്കുമ്പോൾ ഉയരാൻ പോകുന്ന തസ്തികകൾ, പോലീസിലെ തസ്തികകൾ 2000-ൽ പരം തസ്തികകൾ പോലീസിൽ ഉയരാൻ പോകുന്നു എന്ന നിലയ്ക്ക് വാർത്ത തരുന്നു. അവിടെയും സേവന രംഗം വികസിക്കാൻ പോകുന്നു എന്ന നിലയ്ക്കുള്ള കാഴ്ചപ്പാടാണ് ദേശാഭിമാനിയും ബജറ്റുമായി ബന്ധിപ്പിച്ച് പുലർത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് കാണാം. 3-ാം തീയതിയാണ് ബജറ്റ് അവതരിപ്പിക്കപ്പെടാൻ പോകുന്നത്. സിനിമാ നടി ആക്രമിക്കപ്പെട്ട കേസിൽ എല്ലാ പ്രതികളും പിടിയിലായ സ്ഥിതിക്ക് അതുമായി ഉദ്വേഗജനകമായ വാർത്തകൾ ഉൽപ്പാദിപ്പിക്കാൻ പത്രലോകത്തിന് കഴിയാതെ പോയിരിക്കുന്നു. ദൃശ്യമാധ്യമങ്ങളുടെ കാര്യവും അങ്ങനെ തന്നെ. അങ്ങനെ അന്വേഷണത്തിൻ്റെ ഒരു ഘട്ടം താണ്ടിയിരിക്കുന്നു അതുമായി ബന്ധിപ്പിച്ച കാര്യങ്ങൾ എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ ലഭിക്കുന്ന അന്വേഷണങ്ങൾ പിടിക്കപ്പെട്ട പ്രതികളെ കൊണ്ടുപോയി തെളിവെടുക്കുക എന്ന ശ്രമകരമായ ജോലിയിലാണ് പോലീസ് ഏർപ്പെട്ടിരിക്കുന്നത്. സിനിമാ നടിയെ ആക്രമിച്ചു രാത്രിയുടെ മറവിൽ. അതുമാത്രമല്ല, അവരെ ശാരീരികമായി പീഡനത്തിന് വിധേയമാക്കി. അതുകൊണ്ടും തീർന്നില്ല, അത് ചിത്രങ്ങളാക്കി പകർത്തി ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ചു. ഇവയൊക്കെയാണ് കുറ്റങ്ങളായി വരിക. ഈ കാര്യത്തിൽ ഇപ്പോൾ പിടിക്കപ്പെട്ട പ്രതികൾക്ക് പുറമെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട ആളുകളുണ്ടോ? ഏതെങ്കിലും കേന്ദ്രങ്ങൾ നിയോഗിച്ച അതിനനുസരിച്ചാണോ പൾസർ സുനി ഇതൊക്കെ ചെയ്തത്? അയാളുടെ കിങ്കരന്മാരുമായി ചേർന്ന് ഇതൊക്കെ ഇനി അന്വേഷണത്തിൽ തെളിയാനിരിക്കെ സത്യത്തിൽ ഈ രംഗങ്ങൾ ഷൂട്ട് ചെയ്ത മൊബൈൽ ഫോണും ആ രംഗങ്ങളും തന്നെ പിടിച്ചെടുക്കപ്പെടാതിരിക്കുന്നുവെങ്കിൽ അതാണ് പോലീസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി. അങ്ങനെ കിട്ടാതെ പോവുകയാണെങ്കിൽ പീഡനക്കേസ് മുങ്ങിപ്പോകും. അതുകൊണ്ട് കേവലം അവരുടെ മേൽ ശാരീരികമായി ആക്രമണം നടത്തി എന്ന നിലയ്ക്കുള്ള കേസുകൾ മാത്രമേ വരൂ. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ഇവരൊക്കെ ജയിലിന് പുറത്തേക്ക് വന്ന് ഞെളിഞ്ഞ് നടക്കുകയും സിനിമാ രംഗവുമായി ചുറ്റിപ്പറ്റി നിന്ന് അടുത്ത ആക്രമണം എങ്ങനെ സംഘടിപ്പിക്കാമെന്നാലോചിക്കുകയും ചെയ്യുന്ന അത്യന്തം ദയനീയമായ ഭാവി സാധ്യത ഉണ്ടാവുകയും ചെയ്യും. എന്നാൽ ഈ മൊബൈൽ ഫോണിന് വേണ്ടിയുള്ള അന്വേഷണത്തിലാണ് പോലീസ്. പൾസർ സുനിയാകട്ടെ പഠിച്ച കള്ളനാണ്. കള്ളൻ മാത്രമല്ല, പഠിച്ച കള്ളനായതുകൊണ്ട് തന്നെ ഹാബിച്വൽ ക്രിമിനൽ എന്ന് വിളിക്കാവുന്ന ഭൂതകാല റെക്കോർഡ് ഉണ്ടായിരിക്കുന്ന ആളായതുകൊണ്ട് തന്നെ
അയാളിൽ നിന്ന് വിവരങ്ങൾ ഞെക്കിപ്പിടിച്ചെടുക്കുക അത്ര എളുപ്പമായിരിക്കില്ല. പോലീസിന് അയാളെ കസ്റ്റഡിയിൽ കിട്ടിയിരിക്കുന്നത് കേവലം 8 ദിവസത്തേക്ക് മാത്രമാണ്. അതിൽ 2 ദിവസം താണ്ടുകയും ചെയ്തിരിക്കുന്നു. ബാക്കി ദിനങ്ങളിൽ നിന്ന് കല്ലിൽ നിന്ന് വെള്ളം പിഴിഞ്ഞെടുക്കുന്നത് മാതിരി അയാളിൽ നിന്ന് സത്യം പിഴിഞ്ഞെടുക്കുക ശ്രമകരമായ ഒരു ജോലിയായിരിക്കും. സത്യത്തിൽ ഇതിനു പിന്നിൽ ഇപ്പോൾ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന തൊണ്ടികളേവ അതെവിടെ? അതുപോലെ തന്നെ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ഗൂഢാലോചന അങ്ങനെയൊന്നുണ്ടെങ്കിൽ ഉണ്ട് എന്ന് തന്നെയാണ് മാലോകർ മുഴുവൻ വിശ്വസിക്കുന്നത്. പോലീസും കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് ഗൂഢാലോചനയുണ്ട് എന്നാണ്. അങ്ങനെയുണ്ടെങ്കിൽ അത് കണ്ടെത്തുക ഇതൊക്കെ വലിയ പണിയാണ്. ഏതായാലും അത്യന്തം ഗുരുതരമായ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് കേരള പോലീസ്. അങ്ങനെ വരുമ്പോൾ ഈ പൾസർ സുനിയുമായി പോലീസ് തെളിവെടുപ്പിന് നടക്കുന്ന വാർത്തയാണ്. ഈ സംഭവവുമായി ബന്ധിപ്പിച്ച് നമുക്ക് കിട്ടുന്ന വാർത്ത ദേശാഭിമാനി എന്ന പത്രം പ്രധാനപ്പെട്ട വാർത്തയാക്കി അത് 1-ാം പേജിലെ 2ാമത്തെ വാർത്തയാക്കി തരുന്നത് കാണുക. സുനിക്ക് താവളമൊരുക്കിയ ചാർലി പിടിയിൽ. നടിയെ ആക്രമിച്ച കേസിലെ മുഖ്യപ്രതി പൾസർ സുനിക്കും കൂട്ടാളി വിജീഷിനും കോയമ്പത്തൂരിൽ ഒളിത്താവളം ഒരുക്കിയ ചാർലിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൊച്ചിയിൽ ഒരു ചാനലിന് അഭിമുഖം നൽകുമ്പോഴാണ് ഞായറാഴ്ച രാത്രി വൈകി ഇയാൾ പിടിയിലായത്. വിജീഷിൻ്റെ സുഹൃത്തായ കണ്ണൂർ സ്വദേശി ചാർലിയുടെ കോയമ്പത്തൂരിലെ മുറിയിലാണ് പ്രതികൾ 2 ദിവസം ഒളിവിൽ കഴിഞ്ഞത്. വിജീഷ് തൻ്റെ സുഹൃത്താണെന്നും സുനിയെ അറിയില്ലെന്നും കീഴടങ്ങാനാണ് കൊച്ചിയിലെത്തിയതെന്നും ചാർലി പറയുകയും ചെയ്തിരിക്കുന്നു. ഏതായാലും പോലീസ് ആദ്യം അവകാശപ്പെട്ടത് മാതിരി കടത്തിണ്ണകളിൽ കിടക്കേണ്ട ഗതികേടൊന്നും ഇരുവർക്കും ഉണ്ടായില്ല. സുഹൃത്തിൻ്റെ മുറിയിലാണ് കോയമ്പത്തൂരിൽ അവർ അന്തി ഉറങ്ങിയത് എന്നും ദേശാഭിമാനിയുടെ ഈ വാർത്ത പറയുമ്പോൾ ഈ കാര്യത്തിൽ ഒരു ഗൂഢാലോചനയും ഉണ്ടായിട്ടില്ല എന്ന് താൻ പറഞ്ഞിട്ടില്ല എന്ന് മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ നിലപാട് വിശദീകരിച്ച വാർത്തയും ദേശാഭിമാനി 1-ാം പുറത്ത് തന്നെ തരുന്നു. എറണാകുളത്ത് നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഗൂഢാലോചനയില്ല എന്ന് താൻ പറഞ്ഞിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. മുഖ്യമന്ത്രി ഗൂഢാലോചനയുണ്ടോ ഇല്ലയോ എന്ന് പറയേണ്ട ഒരാളെയല്ല. അതുകൊണ്ട് തന്നെ അത്തരം ഒരു പ്രശ്നമേ ഉദിക്കുന്നില്ല. ഗൂഢാലോചന ഈ കാര്യത്തിലുണ്ടോ ഇല്ലയോ എന്നൊക്കെ പറയേണ്ടത് അന്വേഷണ സംഘത്തിൻ്റെ തലവനാണ്. അദ്ദേഹം മാത്രമാണ് അന്വേഷണ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത്. പിന്നീട് അദ്ദേഹം പര്യാലോചിക്കുന്നത് വഴി ഒരുപക്ഷെ പ്രോസിക്യൂട്ടർക്കോ ഗവൺമെൻറ് പ്രോസിക്യൂഷനോ അത് പറയാനാകും. പിന്നെ കോടതിയിൽ ജഡ്ജിയൊക്കെയാണത് പറയേണ്ടത്. ഈ രംഗങ്ങളിലൊന്നും മുഖ്യമന്ത്രി എന്ന ആൾ വരുന്നതേയില്ല. എന്നെയും നിങ്ങളെയും പോലെ ഈ കാര്യത്തിൽ സാധാരണ പ്രേക്ഷകനായി നിൽക്കാനുള്ള അവസരമേ ഒരു കേസിൻ്റെ അന്വേഷണ ഘട്ടത്തിൽ മുഖ്യമന്ത്രിക്ക് ലഭിക്കാറുള്ളൂ. ഇല്ലെങ്കിൽ അനിയന്ത്രിതമായി ഇടപെട്ട് അദ്ദേഹം കേസിൻ്റെ വഴിയെയും ഗതിവിഗതികളെയും സ്വാധീനിക്കാൻ ശ്രമിക്കണം. അത്തരമൊരു സ്വാധീനിക്കാൻ ശ്രമിക്കലുണ്ട് എന്ന് ഗൗരവതരമായ ആക്ഷേപമൊന്നും പിണറായി വിജയനെതിരെ ഇപ്പോഴുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഗൂഢാലോചനയില്ല എന്ന് താൻ പറഞ്ഞതായി പത്രങ്ങളിൽ വന്ന വാർത്തകളെ അദ്ദേഹം നിഷേധിക്കുന്നു. ആ അർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഒരു പ്രധാനപ്പെട്ട ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് ദി സ്റ്റേറ്റ്, സംസ്ഥാനത്തിലെ പ്രധാനപ്പെട്ട നിർവഹണകാര്യ കർത്താവ് എന്ന നിലയ്ക്ക് നാം അംഗീകരിക്കുന്നതാണ് നല്ലത്. ഇനി അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്ന് കരുതുക, അത് പറയാനുള്ള അധികാരമോ അവകാശമോ ഒന്നും ഉള്ളയാളല്ല മുഖ്യമന്ത്രി. എന്നെയും നിങ്ങളെയും പോലെ ഈ കാര്യത്തിൽ സാധാരണഗതിയിൽ അനുമാനിക്കാൻ മാത്രം കഴിയുന്നയാളാണ്, അന്വേഷണ സംഘത്തിലുള്ളയാളല്ല. ഇനി ഈ കേസ് കേരള പോലീസ് അന്വേഷിച്ചാൽ പോരാ, അന്വേഷിച്ചാൽ തെളിയില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് VM സുധീരൻ, KPCC പ്രസിഡന്റ്. അദ്ദേഹം പറയുന്നത് ഇത് CBI അന്വേഷിക്കണം. CBI അന്വേഷിക്കണമെങ്കിൽ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടണം, അല്ലെങ്കിൽ കോടതി ആവശ്യപ്പെടണം. സംസ്ഥാന സർക്കാരിൻ്റെ ആഭിമുഖ്യത്തിൽ പോലീസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് അവരത് ആവശ്യപ്പെടാൻ സാധ്യതയില്ല ഇപ്പോഴത്തെ ഘട്ടത്തിൽ. പിന്നെ കോടതിയാണ്. കോടതിയിൽ പോയി കോൺഗ്രസ്സുകാർക്ക് അത്തരമൊരാവശ്യം നിറവേറാവുന്നതേയുള്ളൂ. അല്ലെങ്കിൽ കോടതി അത് പരിശോധിക്കും. ഇപ്പോഴത്തെ അവസ്ഥയിൽ CBI വേണമെന്ന് കോടതിയും പറയും എന്ന് കരുതാനിടയില്ല. എന്നിട്ടും CBI അന്വേഷിക്കണമെന്നാണ്
VM സുധീരൻ KPCC പ്രസിഡന്റ് ആവശ്യപ്പെടുന്നത്. സത്യത്തിൽ ഇത്തരം കാര്യങ്ങളെ മുൻനിർത്തി, എന്തിന് വിലക്കയറ്റത്തെ തന്നെ മുൻനിർത്തി 50 രൂപ എത്താൻ പോകുന്നു അരിയുടെ വില എന്നൊക്കെ വാർത്തകളുണ്ടല്ലോ. അതിനെ തന്നെ മുൻനിർത്തി ഒരു പ്രക്ഷോഭം സംഘടിപ്പിക്കാനുള്ള ശക്തി പ്രതിപക്ഷത്തിനുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രതിപക്ഷത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായ KM മാണി ചോദിക്കുന്നത് എവിടെ പ്രതിപക്ഷം എന്നാണ്. അവർക്കതിന് കഴിവില്ല എന്ന് അദ്ദേഹം തന്നെ പറയുന്നു. അതാണ് പ്രതിപക്ഷത്തിൻ്റെ അവസ്ഥ. അപ്പോൾ പ്രക്ഷോഭമല്ല, മറിച്ച് CBI കേസ് അന്വേഷിക്കണമെന്ന് പറയുന്നത് വഴി അന്വേഷണത്തിൽ, ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ വിശ്വാസമില്ലായ്മ പ്രകടിപ്പിക്കുകയാണ് KPCC പ്രസിഡന്റ്. അതിനപ്പുറം അടിയന്തരമായി അദ്ദേഹത്തിന് യാതൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് KM മാണി തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുമുണ്ട്. ഇനി കോൺഗ്രസിൻ്റെ നേതാവാണല്ലോ രമേശ് ചെന്നിത്തല, KPCC പ്രസിഡന്റ് തന്നെ നിയോഗിച്ച പ്രതിപക്ഷ നേതാവാണല്ലോ. പക്ഷേ അദ്ദേഹം CBI അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുന്നില്ല. മറിച്ച് കേസ് കോടതിയുടെ മേൽനോട്ടത്തിൽ നടത്തണമെന്നാണ് ആവശ്യം. കോടതി മേൽനോട്ടത്തിൽ ആ കേസ് നടത്തണം. അതിനും വേണമെങ്കിൽ കോടതിയിൽ പോകാവുന്നതാണ്. അങ്ങനെ രമേശ് ചെന്നിത്തല പറയുന്നുള്ളൂ. അങ്ങനെ UDFൻ്റെ നേതാക്കളിൽ 2 പേർക്ക് 2 അഭിപ്രായമാണ്. സുധീരനൊരു അഭിപ്രായം, രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു അഭിപ്രായം. 2 പേരും 2 ഗ്രൂപ്പുകളായതുകൊണ്ട് 2 അഭിപ്രായം വരിക സ്വാഭാവികമാണ്. പിന്നെ മറ്റൊരു ഗ്രൂപ്പ് ഉമ്മൻചാണ്ടിയുടേതാണ്. അദ്ദേഹം അതേക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് ഈ കാര്യത്തിൽ മൂന്നാമതൊരു അഭിപ്രായം ഉണ്ടോ എന്ന് പറയാനും കഴിയില്ല. എന്നാൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ടാണല്ലോ ഇപ്പോൾ BJP പ്രക്ഷോഭങ്ങൾ നടത്തുന്നത്. BJPക്കും 14% ആളുകളുടെ പിന്തുണയുണ്ട് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അത്രയും ആളുകളെ വെച്ച് ഗൗരവതരമായൊരു പ്രക്ഷോഭമൊന്നും കേരളത്തിൽ നടപ്പാക്കാൻ കഴിയാത്തതുകൊണ്ട് കോൺഗ്രസുമായി ചേർന്നാണ് ലോ കോളേജ് സമരം എന്ന മാതിരി, തിരിച്ചറിയാൻ കഴിയാത്ത ഇരട്ടകളെ മാതിരി മുരളീധരന്മാർ അവിടെ നിരാഹാരം കിടക്കുകയുണ്ടായല്ലോ. അതാണ് ഇപ്പോഴത്തെ ഒരു രീതി. അതുകൊണ്ട് BJP ഈ കാര്യത്തിൽ പറയുന്നത് രസകരമായൊരു നിലപാടാണ്. BJP CBI അന്വേഷണം വേണമോ അതോ കോടതി മേൽനോട്ടം വേണമോ എന്ന് അവരുടേതായ നിലപാടത്തിൽ പറയുന്നില്ല. മറിച്ച് കേന്ദ്ര ഏജൻസിയോ കോടതി മേൽനോട്ടമോ എന്തുമാകാം. സുധീരൻ്റെയും കൂടെ നിൽക്കാം, വേണമെങ്കിൽ ചെന്നിത്തലയുടെയും കൂടെ നിൽക്കാം. ആരുടെ കൂടെയും നിൽക്കാൻ തയ്യാറായി BJPയും രംഗത്ത് വന്നിരിക്കുന്നു. വാർത്ത ജന്മഭൂമി അതിൻ്റെ അവസാന പുറത്ത് നമുക്കും തന്നിരിക്കുന്നു. ആ വാർത്ത കൗതുകകരമാണ്, ജന്മഭൂമിയുടെ നിലപാട്. ആ വാർത്തയിലേക്ക് നമുക്ക് പോകാം ഒരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. ആ കേസിനെ സംബന്ധിച്ച് BJPയുടെ നിലപാട് അവരുടെ നേതാവ് മുരളീധരൻ വിശദീകരിക്കുന്നത് ജന്മഭൂമി എന്ന പത്രം അവസാന പുറത്ത് തന്നിരിക്കുന്നു. അതിങ്ങനെയാണ്: കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവം കേന്ദ്ര ഏജൻസിയോ കോടതി മേൽനോട്ടത്തിലോ അന്വേഷിക്കണമെന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ V മുരളീധരൻ പറഞ്ഞു. ഏതെങ്കിലും ഒരു രീതി, ഒന്നുകിൽ ചെന്നിത്തല പറഞ്ഞത് മാതിരി, അല്ലെങ്കിൽ VM സുധീരൻ പറഞ്ഞത് മാതിരി, രണ്ടായാലും ഞങ്ങൾ നിങ്ങൾക്കൊപ്പം പ്രക്ഷോഭത്തിന് തയ്യാർ എന്ന നിലയ്ക്കാണ് വാർത്ത വന്നിരിക്കുന്നത്. പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന് 8 മാസത്തിനിടെ 1.25 ലക്ഷം കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന വാർത്തയാണ് മലയാളം മനോരമ നമുക്ക് തരുന്നത്. ഇന്നലെ മനോരമ ദൃശ്യമാധ്യമങ്ങളിലൂടെ സംസ്ഥാനത്തെ ക്രമസമാധാന നില തകർന്നു എന്ന് ഇൻ്റലിജൻസ് റിപ്പോർട്ട് നൽകിയതായി നമ്മോട് പറഞ്ഞിരുന്നു. ഇന്ന് ആ വാർത്ത മലയാള മനോരമ എന്ന പത്രം ലീഡ് വാർത്തയാക്കിയിരിക്കുന്നു. വാർത്തയുടെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ്: രാഷ്ട്രീയ കൊലപാതകങ്ങൾ 18, 8 മാസത്തിനിടെ ക്രിമിനൽ കേസുകൾ 1.25 ലക്ഷം. ഇടത് സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം 8 മാസത്തിനിടെ സംസ്ഥാനത്ത് 1.25 ലക്ഷം ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്തതായി രഹസ്യാന്വേഷണ റിപ്പോർട്ട്. മനോരമ ന്യൂസ് ചാനലാണ് ഈ വിവരം പുറത്തുവിട്ടത്. UDF സർക്കാർ ഭരണത്തിലിരിക്കെ ഇതേ കാലയളവിൽ ഉണ്ടായതിനേക്കാൾ 61,000 ക്രിമിനൽ കേസുകൾ കൂടുതൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടുവെന്നും ആഭ്യന്തര വകുപ്പിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു എന്നാണ് ഈ വാർത്തയിൽ മലയാള മനോരമ പറഞ്ഞത്. എന്നാൽ മനോരമ ആ വാർത്തയ്ക്കൊപ്പം തന്നെ മറ്റൊരു അനുബന്ധ വാർത്ത കൂടി തരുന്നു. അത് ഇൻ്റലിജൻസിൻ്റെ വാർത്തയാണ്. ഇൻ്റലിജൻസ് കേരളത്തിൽ ക്രമസമാധാന നില തകർന്നു എന്ന നിലയ്ക്ക് സർക്കാരിന് റിപ്പോർട്ട് നൽകി എന്നാണ് മനോരമ ചാനൽ പറഞ്ഞത്. എങ്കിൽ ആ ഇൻ്റലിജൻസിൻ്റെ നിലപാട് ഇന്ന് മനോരമ പത്രം റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെ:
അപ്രകാരം ഒരു റിപ്പോർട്ട് അയച്ചിട്ടേയില്ല എന്ന് ഇൻ്റലിജൻസ് DGP പറഞ്ഞതായാണ് മനോരമ പ്രധാന വാർത്തയ്ക്കൊപ്പമുള്ള വാർത്തയിൽ തരുന്നത്. അതിങ്ങനെയാണ്: സംസ്ഥാനത്തെ ക്രമസമാധാന നില സംബന്ധിച്ച വാർത്തകൾ അടിസ്ഥാനരഹിതവും തെറ്റിദ്ധാരണ പരത്തുന്നതുമാണ് എന്ന് ഇൻ്റലിജൻസ് DGP മുഹമ്മദ് യാസിൻ. ക്രമസമാധാന നില തകർന്നതായുള്ള റിപ്പോർട്ട് ഇൻ്റലിജൻസ് വിഭാഗത്തിൽ നിന്ന് എവിടെയും അയച്ചിട്ടില്ല എന്ന് അദ്ദേഹം അറിയിച്ചു. 1.25 ലക്ഷം കേസുകൾ, ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകാം. അതേ മുൻനിർത്തി ക്രമസമാധാന നില വഷളായി എന്ന നിലയ്ക്ക് ഇൻ്റലിജൻസ് റിപ്പോർട്ട് അയച്ചു എന്ന് മനോരമ ഇന്നലെ ദൃശ്യമാധ്യമത്തിലൂടെ പറയുന്നതിന് യാതൊരടിസ്ഥാനവും ഉണ്ടായിരുന്നില്ല എന്നാണ് ഇന്ന് മനോരമ വാർത്ത തന്നെ നമ്മോട് പറയാതെ പറയുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രം ശതകോടീശ്വരനാണ് പത്മനാഭസ്വാമി എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ വൻ സുരക്ഷാ ക്രമീകരണങ്ങൾക്കുള്ളിലാണ് ഇപ്പോൾ ആ ക്ഷേത്രമുള്ളത്. ആ സുരക്ഷാ മേഖലയിൽ വീണ്ടും തീപിടുത്തമുണ്ടായി. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു തീപിടുത്തമുണ്ടായിരുന്നു. ആ വാർത്ത കേരള കൗമുദി വളരെ പ്രധാനപ്പെട്ട വാർത്തയായി ഒന്നാം പുറത്ത് തന്നെ തരുന്നത് കാണുക. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അതീവ സുരക്ഷാ മേഖലയിൽ വൻ തീപിടുത്തം, 2 കെട്ടിടങ്ങൾ കത്തിനശിച്ചു. അതീവ സുരക്ഷാ മേഖലയായി പ്രഖ്യാപിച്ചിട്ടുള്ള ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര പരിസരത്ത് ഇന്നലെ വെളുപ്പിനുണ്ടായ വൻ തീപിടുത്തത്തിൽ 2 കെട്ടിടങ്ങൾ കത്തിനശിച്ചു. ക്ഷേത്രത്തിൻ്റെ വടക്കേ നടയിലുള്ള പോസ്റ്റൽ വകുപ്പിൻ്റെ 2 കെട്ടിടങ്ങളിലാണ് തീ പടർന്നത്. ചവർന്നിട്ട തീയാണ് കെട്ടിടത്തിലേക്ക് പകർന്നത് എന്ന് കരുതുന്നതായും ഈ വാർത്ത നമ്മോട് പറയുന്നു. നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സർക്കാർ വെള്ളാനയാണ് KSRTC എന്ന് നമുക്കറിയാം. ആ KSRTC മൂക്കുമുട്ടെ കടത്തിൽ മുങ്ങി നിൽക്കുന്ന KSRTC സംരക്ഷിക്കപ്പെടുമോ? അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ KSRTCക്ക് CNG പമ്പുകൾ വരുന്ന വാർത്ത ദീപിക ഇന്ന് ലീഡ് വാർത്തയാക്കിയിരിക്കുന്നു. അതിന് പോന്ന ബസ്സുകളും KSRTC വാങ്ങാൻ തീരുമാനമെടുത്തിരിക്കുന്നു തുടങ്ങിയ വാർത്തയാണ് ദീപിക അതിൻ്റെ ലീഡ് വാർത്തയിൽ തരുന്നത്. മറ്റു പത്രങ്ങളും ഈ വാർത്ത തന്നിട്ടുണ്ട്. ആ വാർത്തയിലേക്ക് നമുക്ക് സഞ്ചരിക്കാം മറ്റൊരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. KSRTCക്ക് CNG പമ്പുകൾ എന്ന ശീർഷകത്തിലാണ് ദീപിക ആ വാർത്ത തരുന്നത്. കാണുക: മലിനീകരണം കുറയ്ക്കാൻ പ്രകൃതിവാതകം അഥവാ CNG ഉപയോഗിച്ച് സർവീസ് നടത്തുന്ന ബസ്സുകൾ KSRTC കൂട്ടത്തോടെ വാങ്ങാനിരിക്കെ പ്രകൃതിവാതകം നിറയ്ക്കാനുള്ള പമ്പുകൾ തിരുവനന്തപുരത്തും കൊച്ചിയിലും സ്ഥാപിക്കാൻ ധാരണയായി. KSRTCക്ക് CNG പമ്പുകൾ നിർമ്മിച്ചു നൽകാനുള്ള ചുമതല ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനാണ് കൈമാറിയിട്ടുള്ളത് എന്നും ഈ ദീപിക വാർത്ത നമ്മോട് പറയുന്നു. CATയിലും ഹൈക്കോടതിയിലും കേസ് തോറ്റ മുൻ DGP സെൻകുമാർ അദ്ദേഹത്തിൻ്റെ അപ്പീലുമായി സുപ്രീം കോടതിയിലേക്ക് പോകുന്ന വാർത്ത പത്രങ്ങൾ നമുക്ക് തരുന്നു. ആദ്യ 2 ഘട്ടത്തിലും സർക്കാരിനെതിരെ വിമർശനമൊന്നും ഉന്നയിക്കാതിരുന്ന സെൻകുമാർ ഇത്തവണ ഗൗരവതരമായ വിമർശനം സർക്കാരിനെതിരെ ഉന്നയിച്ചിരിക്കുന്നു. സുപ്രീം കോടതിയിൽ പോകുമ്പോൾ ആ വാർത്ത മാധ്യമം 1-ാം പേജിൽ തരുന്നു. എല്ലാ പത്രങ്ങളും ഗൗരവതരമായി തന്നിരിക്കുന്നു. വാർത്തയുടെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ്: പകപോക്കാൻ DJP സ്ഥാനത്ത് നിന്ന് മാറ്റി എന്നാണ് സെൻകുമാർ പറയുന്നതായി ഹസനുൽ ബന്ന റിപ്പോർട്ട് ചെയ്യുന്നത്. ക്രമസമാധാന ചുമതലയുള്ള DGP സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റിയത് P. ജയരാജൻ ഉൾപ്പെടെയുള്ള CPM നേതാക്കൾക്കെതിരെ കൊലപാതക കേസുകളിൽ നടപടിയെടുത്തതിലുള്ള രാഷ്ട്രീയ പകപോക്കലാണ് എന്ന് TP സെൻകുമാർ പറയുന്നു. അദ്ദേഹം 2 കോടതികളിൽ കേസ് തോറ്റപ്പോൾ ഈ വാദമുഖം ഉന്നയിച്ചിരുന്നില്ല. അതുകൊണ്ട് സുപ്രീം കോടതിയിൽ പുതിയ വാദമുഖം ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം കേസിന് പോയിരിക്കുന്നത് എന്നും ഈ വാർത്ത നമ്മോട് പറയുന്നു. UP ഇലക്ഷൻ ഇന്ന് 5-ാം ഘട്ടമാണ്. ആ വാർത്ത സിറാജ് എന്ന പത്രം ദേശീയം പേജിൽ തരുന്നു. UPയിൽ ഇന്ന് 5-ാം ഘട്ടം തെരഞ്ഞെടുപ്പ്. അതേ പേജിൽ പ്രസിദ്ധ സാമ്പത്തിക കാര്യ വിദഗ്ധൻ, നോബൽ പ്രൈസ് വാങ്ങിയിട്ടുള്ള അമർത്യ സെൻ മോദിക്കെതിരെ ഒരിക്കൽ കൂടി അഭിപ്രായം പറഞ്ഞിരിക്കുന്ന കാര്യം ദേശീയം പേജിൽ സിറാജ് തരുന്നു. അതിങ്ങനെയാണ്: മോദിക്കെതിരെ വീണ്ടും അമർത്യ സെൻ. ന്യൂനപക്ഷം ഭൂരിപക്ഷത്തെ ഭീഷണിപ്പെടുത്തുന്നു. ഇന്ത്യയിൽ 31% വോട്ട് നേടി അധികാരത്തിൽ വന്ന ന്യൂനപക്ഷ സർക്കാർ ബാക്കി 69% ജനതയ്ക്ക് മേൽ രാജ്യദ്രോഹം എന്ന ലേബൽ പതിക്കുന്നത് എങ്ങനെ എന്ന് അമർത്യ സെൻ ചോദിക്കുന്നു. ഒരു ന്യൂനപക്ഷ സർക്കാരിൽ നിന്ന് ദേശദ്രോഹമെന്ന പദം വരുന്നത് വിചിത്രമായിരിക്കുന്നു. അത് അഹങ്കാരത്തിൻ്റെ ലക്ഷണമാണ് എന്ന തൻ്റെ വിമർശനം അദ്ദേഹം ഉന്നയിച്ച കാര്യമാണ് സിറാജ് എന്ന പത്രം നമുക്ക് ഇന്ന് തരുന്നത്.
മെട്രോമാൻ ഇ ശ്രീധരൻ അടുത്ത രാഷ്ട്രപതിയായി തീരുമോ? അത്തരമൊരു നിരീക്ഷണം നടത്തുന്നത് മംഗളമാണ്. മംഗളം എന്ന പത്രം മാത്രമാണ് ആ നിരീക്ഷണം നടത്തിയിരിക്കുന്നത്. അതേ സംബന്ധിച്ച വാർത്ത മംഗളം അപ്രസക്തമായോ അപ്രധാനമായോ അല്ല തരുന്നത്, മറിച്ച് അത് ലീഡ് വാർത്തയാക്കിയിരിക്കുന്നു. നമുക്കറിയാം, ജൂലൈ മാസത്തിൽ ഇപ്പോഴുള്ള രാഷ്ട്രപതി മാറുകയും പുതിയ രാഷ്ട്രപതി വരികയും വേണം. അത്തരമൊരു സാഹചര്യത്തിൽ BJPയോട് ആനുകൂല്യം കാട്ടുന്ന ഒരു രാഷ്ട്രപതിക്ക് വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട്. UP തെരഞ്ഞെടുപ്പ് ആ നിലയ്ക്ക് തന്നെയാണ്, ആ സാഹചര്യത്തിലാണ് ഇ ശ്രീധരന് സാധ്യത എന്ന വാർത്ത മംഗളം എന്ന പത്രം തരുന്നത് കാണുക. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്, UP ഫലം നിർണായകം, ഇ ശ്രീധരനും സാധ്യത. അടുത്ത രാഷ്ട്രപതിയായി മെട്രോമാൻ ഇ ശ്രീധരൻ്റെ പേര് പരിഗണനയിൽ. 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനം വന്നാലുടൻ BJP ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനത്തിലെത്തും. രാഷ്ട്രപതി പ്രണബ് മുഖർജിയുടെ കാലാവധി ജൂലൈയിൽ അവസാനിക്കും. പിൻഗാമിയെ കണ്ടെത്താനുള്ള BJPയുടെ ചർച്ച അന്തിമഘട്ടത്തിലാണ്. ഇ ശ്രീധരൻ, മുരളി മനോഹർ ജോഷി, സുഷമ സ്വരാജ്, സുമിത്ര മഹാജൻ തുടങ്ങിയ പേരുകളാണ് പരിഗണനയിലുള്ളത് എന്ന് മംഗളം പറയുമ്പോൾ ദീപിക 1-ാം പേജിൽ ഈ വാർത്ത തരുന്നു. പക്ഷേ മെട്രോമാൻ ശ്രീധരൻ്റെ പേര് അവർ ഈ വാർത്തയിൽ കാണിച്ചിട്ടില്ല. ഇന്ന് ഇന്ത്യ ലോകം പേജിൽ ദേശാഭിമാനി തരുന്ന ഒരു വാർത്തയുണ്ട്. ജയയുടെ മരണം ഊഹാപോഹം പ്രചരിപ്പിച്ച ഡോക്ടർ അറസ്റ്റിൽ. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിത സെപ്റ്റംബർ 22-ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടപ്പോൾ തന്നെ അന്തരിച്ചിരുന്നു എന്നാരോപിച്ച എസ് രാമസീതയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു തമിഴ്നാട് സർക്കാർ. അതിന് അപ്പോളോ ആശുപത്രിയിലെ ഡോക്ടറാണ് താൻ എന്നാണ് രാമസീത എന്ന് പത്രക്കാരോട് പറഞ്ഞത്. പക്ഷേ അങ്ങനൊരു ഡോക്ടർ അപ്പോളോ ആശുപത്രിയിൽ ഉണ്ടായിരുന്നില്ല എന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. ഇനി ഇന്നത്തെ കാർട്ടൂൺ. ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി. അതിൻ്റെ ഒരു ബാക്കി പത്രം പെട്ടെന്ന് സംഭവിച്ചതെന്ത്? ഈ കാർട്ടൂൺ കാണുക. ഇത് അമേരിക്കയുടെ ഇമിഗ്രേഷൻ ടേബിളാണ് നാം കാണുന്നത് കാർട്ടൂണിൽ. അവിടെ ക്യൂ നിൽക്കുന്നവർക്ക് മുന്നിൽ ക്ലിയറൻസ് നടക്കുകയല്ല, മറിച്ച് അവർക്ക് മുന്നിൽ മറച്ച ഒരു മതിലാണ് ട്രംപ് ഉയർത്തിയത് എന്ന് കേശവ് കാർട്ടൂൺ ഹിന്ദുവിൽ പറയുന്നു. ഇനി ഇന്നത്തെ ചിത്രം. കാട്ടിൽ സ്വതന്ത്രമായി മതിച്ച് പുളച്ച് നടക്കുന്ന മൃഗമാണ് ആന. നാട്ടിൽ അത് ഒരു കേവലം തടവ് മൃഗവുമാണ്. ഈ ചിത്രം കാണുക. ഇത് ഒരു കാട്ടാനയുടെ ചിത്രമാണ്. മലമ്പുഴയിൽ ജനങ്ങൾക്ക് നേരെ പാഞ്ഞെടുക്കുന്ന ഈ കാട്ടാനയുടെ ദൃശ്യം മലയാള മനോരമ ഇന്ന് ഉൾപേജിൽ തന്നിരിക്കുന്നു. ഈ ദൃശ്യത്തോടെ ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ്. നൈസ് ഡേ, ഗുഡ് ബൈ.